വി ആർ ഫോക്കസിങ് മോർ ഓൺ പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ ബിക്കമിങ് എ ഡോക്ടർ ഓർ എഞ്ചിനീയർ അല്ലേ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആകാൻ ടീച്ച് ചെയ്യുന്നു. ഈ 3 പ്രൊഫഷൻ അല്ലാതെ ഒത്തിരി പ്രൊഫഷൻസും അല്ലെങ്കിൽ ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാകാൻ ഒത്തിരി പ്രൊഫഷൻസ് നോക്കണം. നമുക്ക് നല്ല നല്ല മ്യൂസീഷ്യൻസ് വേണം, നല്ല ഫിലിം മേക്കേഴ്സ് വേണം, നല്ല ഡിസൈനേഴ്സ് വേണം, നല്ല ആർക്കിടെക്ട്സ് വേണം. ഇതിനൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റാഡിക്കൽ ചേഞ്ച് എങ്ങനെ സൊസൈറ്റി കൊണ്ടുവരാമെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ പറയുന്ന ടീച്ചർ എന്നുള്ള വേർഡ് തന്നെ വേണ്ട, നമുക്കൊരു ഇനേബിളർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആണ് വേണ്ടത്. കാരണം പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിവൈസിലുണ്ട്. ഇനി അതെങ്ങനെ അവരെ പുതിയ കാര്യങ്ങൾ എങ്ങനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ നാവിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ഇൻഡസ്ട്രീനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക, ആ എക്സ്പീരിയൻസ് കൊടുക്കുക, അവരെ എങ്ങനെ ഫ്യൂച്ചറിന് പ്രിപ്പയർ ചെയ്യുക എന്നൊരു വ്യത്യസ്തമായ അപ്രോച്ച് യൂണിവേഴ്സിറ്റി എടുക്കണം. അതാണ് നമ്മൾ എടുക്കുന്നത്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിന് കൊടുക്കണം. അവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാനും നല്ല ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, സ്വന്തമായ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. പല സ്കിൽ സെറ്റുകളും ഉണ്ടല്ലോ, നമ്മൾ ലീഡർഷിപ്പ് സ്കില്ലോ അല്ലെങ്കിൽ ഓൺടർപ്രണറിയൽ സ്കിൽ സെറ്റ്, ഇത് എല്ലാവർക്കും വേണ്ടതാണ്. ഓൺടർപ്രണർ ആവുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഓൺടർപ്രണർ സ്കിൽ സെറ്റ്. എന്താ പറയുക, നല്ല റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, നല്ല ഓഫറിങ്സ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ സൊസൈറ്റിയിലുള്ള പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ഒരു ഫ്യൂച്ചർ, നമ്മുടെ ഒരു വിഷൻ അതാണ്.